ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. ചങ്ക ചക്കട് ജിങ്ക ചക്ക ചൊങ്ക ചക്കടിച്ച നെഞ്ചിലോറും. അണ്ണാ എന്തണ്ണാ? അത് ശ്രീകുട്ടി, ഓ നീ ഇപ്പൊ വീട്ടിൽ പോ. എന്തിനാ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? അല്ല, ഒരു കാലത്ത് നമ്മൾ തമ്മിൽ സ്നേഹമായിരുന്നു, അതും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം. പിന്നെ എൻ്റെ അച്ഛനായി ഈ ബന്ധം ഇഷ്ടമല്ലാത്തോണ്ടല്ലോ അത് അലസിപ്പോയത്. എന്നെ എന്തിനാ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? അതൊക്കെ ശരിയാണ്ണ, പക്ഷെ ഈ കാലത്തിനിടയ്ക്ക് ഒരു തവണയെങ്കിലും അണ്ണ എന്നെ ഒന്ന് അന്വേഷിച്ചു വന്നോ? ഈ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാതെ ഞാൻ ഈ പറയുന്ന കാര്യം നീ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്ക്. എനിക്ക് താണ്ട ഇത്രയും പ്രായമായില്ലയോ, ഇനിയിപ്പോ ഒരു കല്യാണമൊക്കെ വലിയ ബുദ്ധിമുട്ടാ. അപ്പൊ എനിക്ക് പ്രായമായില്ലേ? മൂക്കിൽ കൂടെ പല്ല് വരെ മുളച്ചു. നമ്മുടെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കണം. തീരുമാനം എടുക്കാം. ഞാൻ അച്ഛനോട്ട് സമാധാനമായിട്ടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് കല്യാണം നടത്താം. വെപ്രാളപ്പെട്ട ഒന്നും നടക്കത്തില്ല. അത് അളിയനും പെങ്ങളും വരാൻ സമയമായി, നീ വീട്ടിൽ പോ. അവര് വരട്ടെ, അറിയട്ടെ. എന്നായാലും എല്ലാവരും അറിയാനുള്ളതല്ലേ. എടി, അത് വലിയ പ്രശ്നമാകും. അണ്ണാ എന്തോ അറിയട്ടെന്നൊക്കെ പറയാൻ. അതാണോ? അത് എവക്ക് ഇവിടെ ജോലി ആയല്ലോ. ജോലി ആയല്ലോ. ആ വിവരം പിന്നെ വീട്ടിൽ വിളിച്ച് പറയാൻ പറഞ്ഞ. ആരുടെ വീട്ടിൽ? ഓ, ചേച്ചിയുടെ വീട്ടിലാ. നല്ല കാര്യമില്ലേ, ചേച്ചി വീട്ടിൽ വിളിച്ച് പറ. അനിയനൊരു ചായ എടുക്കട്ടെ? അപ്പൊ കുട്ടാ തൊപ്പിക്കര എപ്പൊ കല്യാണം? മകരമാസത്തിൽ വേലി കെട്ടിയിട്ട് അപ്പൊ കല്യാണം. അണ്ണാ തോണ്ടിട്ട് പോയി പാട്ടും പാടി. അണ്ണനെ ഇങ്ങനെ തോണ്ടിട്ടൊക്കെ കൊണ്ടത് എന്തോ അണ്ണാ? ആര് തൊണ്ടി? എപ്പൊ തൊണ്ടി? ആര് എവിടെ വെച്ചു? അണ്ണാ ഈ ചേച്ചി പണ്ടന്റെ താടിയിൽ ഇങ്ങനെ തോണ്ടി അപ്പൊ കിട്ടാ തപ്പിക്കാനാ. എന്നെ ഒന്നും അവള് തോണ്ടാൻ നിക്കത്തില്ലടാ മോനെ. കുഞ്ഞളിയ, അവള് പാട്ടും പാടി പോയതേ ഉള്ളു, തോണ്ടിയിട്ടില്ല. അയ്യോ, ഞാൻ ഇപ്പൊ കണ്ടു. ഇവിടെ നിനക്ക് കണ്ണിന് ഏതാണ്ട് തരാറുണ്ട് കേട്ടോ. ഈ കണ്ണാടി ഗ്ലാസ് മാറ്റണം. ചുമ്മാ അവൾ എന്നെ തോണ്ടിയെന്നോ? തോണ്ടിയാൽ അവള് വിവരം അറിയും. പക്ഷെ ഞാൻ കണ്ടല്ലോ തോണ്ടണത്. അയ്യേ തോണ്ട അങ്ങേരെ. നീ ആ പിങ്കി പെണ്ണ് പറഞ്ഞ വല്ല കാര്യം കാണും. എന്നാലും അണ്ണ നീ ആ ചേച്ചി ചായ കുടിച്ചോണ്ട് പോ. കറുപ്പ് താൻ എനക്ക് പിടിച്ച കളറ്. കറുപ്പ് താൻ എനക്ക് പിടിച്ച കളറ്. എന്താ നീ വീട്ടിലെ ഇങ്ങനെ ഒരു വേലക്കാരിയെ പോലെ ജോലി ചെയ്യുന്നത് എനിക്ക് കണ്ടിട്ട് സഹിക്കുന്നില്ലടി. അണ്ണന് വേണ്ടി എന്ത് കഷ്ടപ്പാടും ഞാൻ സഹിക്കും. അപ്പൊ നിനക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാകത്തില്ലേ? നിങ്ങൾക്കും മലയാളം പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? നിങ്ങളെ കിട്ടാൻ വേണ്ടി എന്ത് കഷ്ടപ്പാടും ഞാൻ സഹിക്കുന്നു. അപ്പൊ നീ രണ്ടും കൽപ്പിച്ചല്ലേ? ഞാൻ രണ്ടല്ല 3 കൽപ്പിച്ച. അതെ അതെ കേട്ടോ. എന്താ? ഇത് എന്റെ അളിയനും പെങ്ങളും കുഞ്ഞളിയനും പിള്ളേരും ഒക്കെ എന്നെ ഒരുപാട് തവണ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എനിക്ക് എന്തെങ്കിലും പ്രേമബന്ധം ഉണ്ടോ, ഉണ്ടെങ്കിൽ അത് തുറന്നു പറ, ആ കല്യാണം ഞങ്ങൾ നടത്തിത്തരാമെന്ന്. എന്നിട്ട് പക്ഷെ ഇന്ന് വരെ ഞാൻ അങ്ങനെ ഒരു ബന്ധമുള്ളതായിട്ട് പറഞ്ഞിട്ടില്ല. ഈ വിവരം എങ്ങാനും അവരറിഞ്ഞാല് പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലടി. സത്യം. എന്റെ ചേകവരെ, നിങ്ങൾ ഇനി 18 അടവെടുത്താലും ഈ ശ്രീകുട്ടിയുടെ അടുത്ത് അതൊന്നും വില പോകില്ല. നിങ്ങളെയും കൊണ്ടേ ഞാൻ പോവും. പിന്നെ ഇപ്പൊ ഞാൻ പോണോ? പോവാം. പക്ഷെ അണ്ണൻ എന്റെ മുഖത്ത് നോക്കി പറയണം, അണ്ണൻ എന്നെ സ്നേഹിച്ചിട്ടില്ലാന്നും അണ്ണന്റെ മനസ്സിൽ ഞാനില്ലാന്നും. ഈ നിമിഷം ഞാൻ പൊക്കോളാം. പക്ഷെ പിന്നെ ശ്രീകുട്ടീനെ തേടി നിങ്ങൾ വരരുത്. എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. സത്യം. സത്യം? നിങ്ങൾ സത്യമാണോ പറയുന്നേ? മതി, എനിക്കിത് കേട്ടാ മതി. ബാക്കി ഞാൻ ഡീൽ ചെയ്തോളാം. മാമാ,
അണ്ണാ അയ്യോ അതിരയോ അണ്ണാ അയ്യോ അണ്ണാ ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്